ബാക്കിലുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് ഏറ്റെടുത്തില്ലെങ്കിൽ കണ്ണൂരിലെ ടീം നമ്മളിവിടെ ഏറ്റെടുക്കാൻ വേണ്ടി റെഡിയാണ്. എറണാകുളത്തിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ കേരളത്തിന്റെ ഏത് സെന്ററിലേക്കും ഇവിടെ ആൾക്കാരെ വെച്ചുകൊണ്ട് നമുക്ക് എപ്പോഴും ബിസിനസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ വളരെ ശക്തമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളോട് വളരെ സീരിയസ് ആയിട്ട് ഏറ്റെടുക്കാം. ഞാൻ പറഞ്ഞ തന്നെ ഒരു 7 വർഷങ്ങൾക്ക് മുമ്പേ ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് യാദൃശ്ചികമായിട്ട് ഈ ബിസിനസ്സിലേക്ക് എത്തിപ്പെട്ടത്. നേരത്തെ സാർ പറഞ്ഞ പോലെ തന്നെ ഒരു കരിയർ ഗൈഡൻസിന്റെ ക്ലാസ് ഉണ്ട്, നീ വരണം പറഞ്ഞാണ് എന്റെ ഗ്രേറ്റ് ലീഡർ ജെസ്സി സാർ എന്നെ വിളിച്ചത്. അവിടെ പോയപ്പോഴാണ് സോപ്പും പേസ്റ്റൊക്കെ കണ്ടത്. ഇതൊക്കെ ഇട്ടാലേ നമ്മുടെ കോൺഫിഡൻസ് കൂടും. അങ്ങനെ ഇതിന്റെ പ്ലാനൊക്കെ പറഞ്ഞപ്പോ ജീവിതത്തിൽ സ്വപ്നം കണ്ടത് ഡിഗ്രി, PG, ജോലി, ഗൾഫ്, ഇതാണ് നമ്മുടെ റൂട്ട് മാപ്പ്. വീട്ടിൽ നിന്നും പഠിപ്പിച്ചത് വിട്ടത് ഇങ്ങനെയാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് യാദൃശ്ചികമായിട്ട് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗെയിമിലേക്ക് കിട്ടുന്നത്. ഒരു സാധാരണ ഒരു വാടക വീട്ടിൽ റെന്റ് കൊടുക്കുന്ന ഒരു മൊബൈൽ ഫോൺ വാങ്ങുന്ന പൈസ പോലും ഈ ബിസിനസ് തുടങ്ങാൻ വേണ്ടി വേണ്ട. പക്ഷെ നാളെ എത്ര വലിയ ആസ്തി ഉണ്ടാക്കാനും ആ ഒരു ഇനീഷ്യൽ ഒരു സ്റ്റാർട്ടിങ്ങോടുകൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഈ ബിസിനസ്സിലേക്ക് കൂടി തുടക്കത്തിൽ ജോലിയൊക്കെ നേടിയാൽ 30,000 മാസം സാലറി പ്രതീക്ഷിച്ചതാണെങ്കിൽ ഈ ബിസിനസ്സിലേക്ക് കൂടി ആദ്യമായിട്ട് വന്ന വരുമാനം 450 രൂപയാണ്. ഇത് കിട്ടിയപ്പോൾ വീട്ടിലൊക്കെ കാണിച്ചു കൊടുത്തവർ ബംഗാളിക്കിനെ കട്ടി കൂടുതൽ കിട്ടും. വേറെ പണി നോക്കണം, പ്രാന്താണ്. അപ്പോ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഈ പ്ലാന്റ് ഒരു പ്രത്യേകത ഉണ്ട്. ഈ ഉറുമ്പിന് മധുരം ഇഷ്ടമല്ലേ, പക്ഷെ ലഡു തലയിൽ വെച്ചു കൊടുത്ത ചത്തുവും പറഞ്ഞ പോലെ തന്നെ ആദ്യം 450 വാങ്ങിച്ചപ്പോൾ നല്ലൊരു വിശ്വാസം വന്ന്, അത് 1000ലേക്ക് പോയപ്പോൾ വീണ്ടും വിശ്വാസം വന്ന്, 2000ലേക്ക് പോയപ്പോൾ അങ്ങനെ 21ാം വയസ്സിൽ സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് 24ാമത്തെ ബർത്ത്ഡേ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് ഈ കൈകളിൽ ദൈവാനുഗ്രഹം ബാക്കിലുണ്ട്. ഇന്ന് ഏകദേശം 18ഓളം സീലിംഗ് അച്ചീവ് കൂടിയാണെങ്കിൽ ഇന്ന് മന്ത്ലി ഇൻകം ഏകദേശം 7 ലക്ഷം രൂപ അടുപ്പിച്ചിട്ട് വാങ്ങിച്ചെടുക്കാൻ 40,000 ആണെങ്കിൽ ഏകദേശം GST പോലും മാസം 1 ലക്ഷം രൂപ അടുപ്പിച്ചിട്ട് ഗ്രീൻ വേണ്ടി പറ്റുന്നുണ്ട്. വരാനുണ്ട്, നീട്ടുന്നില്ല. ഇനിയും വരുന്ന ദിവസങ്ങളിൽ നമുക്കിവിടെ വളരെ ശക്തമായിട്ട് ഇറങ്ങണം. ആദ്യമായിട്ട് വന്ന ആൾക്കാരോട് പറയാൻ ഒറ്റ കാര്യമുള്ളൂ, ഇത് നമ്മൾ എസ്കലേറ്ററിൽ കയറില്ല, മാളിൽ പോയാൽ ആദ്യം കയറാൻ കുറച്ച് പേടിയായിരിക്കും. പക്ഷെ കയറി കഴിഞ്ഞാൽ കാഴ്ചകൾ കാണാൻ ടാറ്റ പറയാൻ നല്ല രസമാണെന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊരു ചുവട് വെക്കാൻ റെഡിയാണെങ്കിൽ